ഊബർ ഡ്രൈവർ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഏൺ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഊബർ ഡ്രൈവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ഇതുപോലെ കാണാൻ കഴിയുന്നതായിരിക്കും. താഴ്ഭാഗത്തായി നീല വൃത്താകൃതിയിൽ ഗോ എന്ന് എഴുതിയത് കാണാമല്ലോ. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് യു ആർ ഓൺലൈൻ എന്ന് എഴുതിയത് കാണാം. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണ്. ഇനിയാണ് നിങ്ങൾക്ക് ട്രിപ്പ് ലഭിക്കാം. ഇതിൽ ഫൈൻഡിങ് ട്രിപ്പ് എന്ന് എഴുതിയത് കാണാമല്ലോ. നിങ്ങൾക്ക് ഓരോ ട്രിപ്പുകളും ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിൽ മാച്ച് എന്ന് അല്ലെങ്കിൽ ഇതുപോലെ കൺഫേം കാണിക്കുന്നതായിരിക്കും. ഈ കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നതിനു ശേഷം ലെറ്റ്സ് ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡിസ്പ്ലേയിൽ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. മുകളിലായി ആ കറുത്ത ബോക്സിൽ അവരുടെ അഡ്രസ് ആണ്. ഒസപ്പാളയ മുനീശ്വര നഗർ ആ കാണിക്കുന്നതാണ് അവരുടെ അഡ്രസ്. ഈ അഡ്രസ്സിലാണ് നമ്മുടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നത്. അതിനായി നമുക്ക് അങ്ങോട്ട് പോകണം. ആ പോകുന്നതിന് വേണ്ടി താഴെ ഭാഗത്തായി നാവിഗേഷൻ എന്ന ബട്ടൺ കാണാം. ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നാവിഗേഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ നിങ്ങളുടെ മാപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. 1.6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നത്. അതിനായി 6 മിനിറ്റ് യാത്രയുണ്ട്. നേരെ ഈ ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങോട്ടേക്ക് പോവാം. ഇനി വെറും 80 മീറ്റർ മാത്രമാണ് നമ്മുടെ കസ്റ്റമറുടെ അടുത്തെത്താനായി ഉള്ളത്. അതിന് 1 മിനിറ്റ് എടുക്കും. 50 മീറ്റർ ദൂരത്ത് വെച്ച് നാവിഗേഷൻ ഇതുപോലെ കട്ടാവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഊബർ ആപ്പിൽ വരിക. വന്നതിന് ശേഷം വെയിറ്റിംഗ് ഫോർ റൈഡർ എന്ന് കാണിക്കുന്നതായിരിക്കും. അവരുടെ പേരും കാണാവുന്നതാണ്. കറുത്ത റൗണ്ട് ബോക്സിനകത്ത് കാണുന്ന ഏറോ മാർക്ക് അതാണ് നമ്മുടെ വണ്ടി. നേരെ മുമ്പിലായി ആ പച്ച കളറിൽ കാണുന്ന ആ പോയിന്റ് അതാണ് കസ്റ്റമർ നിൽക്കുന്ന സ്ഥലം. ആ ഗ്രീൻ കളർ പോയിന്റിലാണ് കസ്റ്റമർ ഉള്ളത്. നമ്മുടെ വണ്ടി നേരെ അതിന്റെ അടുത്ത് പോയി നിൽക്കണം. അവിടെയാണ് കസ്റ്റമർ നിൽക്കുന്നത്. വെയിറ്റിംഗ് ഫോർ റൈഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കാണുന്നതായിരിക്കും. 10 മിനിറ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. റൈഡർ നോട്ട് ഫെയിൽഡ് എന്ന് കാണുന്നതിന്റെ അടിയിലായി ആ കാണുന്ന 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അവിടെ 00 വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കസ്റ്റമറെ മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. യശ്വാസിനി എന്ന് കാണുന്നില്ലേ, അതാണ് കസ്റ്റമറുടെ പേര്. അതിന്റെ ഇടതുവശത്തായി ഒരു മെസ്സേജിന്റെ എംബ്ലോ കാണാം. അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ കാണാൻ കഴിയും. മുകളിലായി ഫോണിന്റെ ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് കോൾ ചെയ്യാൻ പറ്റും. മെസ്സേജ് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യണോ അത് ടൈപ്പ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്യാം. അപ്പൊ അവര് എന്താന്നുള്ളത് തിരിച്ച് മെസ്സേജ് ചെയ്ത് നമ്മളെ അറിയിക്കും. കോൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീനിൽ ഓപ്പൺ ആയി വരും. 5 മിനിറ്റ് ആയി, ഇതുവരെ കസ്റ്റമർ വന്നില്ല. സമയം 00 ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 00 ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് കസ്റ്റമർ വന്നില്ലെങ്കിൽ നമുക്ക് റൈഡ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പൈസയും കിട്ടും. ഇനി സമയം 20 സെക്കൻഡ് മാത്രമാണുള്ളത്. 20 സെക്കൻഡിന് ശേഷം സെക്കൻഡ് മുകളിൽ ഓടുന്ന അവിടെ 00 കാണുന്നതായി കാണാം. ഈ 00 കണ്ടതിന് ശേഷം നമ്മുടെ കസ്റ്റമറുടെ പേരിന്റെ റൈറ്റ് സൈഡിലായി ത്രികോണാകൃതിയിൽ ഒരു റെഡ് കളർ എംബ്ലോ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ തെളിഞ്ഞു വരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് കാരണത്താലാണ് ഈ റൈഡ് ക്യാൻസൽ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കണം. നമുക്ക് റൈഡർ ഡിഡ് നോട്ട് ഷോ അപ്പ് എന്ന് കൊടുക്കാം, കാരണം കസ്റ്റമർ വന്നില്ല. ഇതുപോലെ ക്യാൻസൽ ട്രിപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പഴയ രീതിയിലോട്ട് വരുന്നതായിരിക്കും. അതിൽ കാണിക്കുന്ന സമയം വെയിറ്റ് ചെയ്ത് കസ്റ്റമർ വന്നില്ലെങ്കിൽ ക്യാൻസലേഷൻ ഫീ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വെയിറ്റ് ചെയ്ത് കസ്റ്റമർ വന്നാൽ പച്ചക്കളർ ബോക്സിനകത്ത് കാണുന്ന സ്റ്റാർ ഊബർ ഗോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കാണുന്നതായിരിക്കും. നിങ്ങൾ കസ്റ്റമർ വന്ന് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് 4 അക്ക നമ്പർ ചോദിക്കണം. അതാണ് OTP. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതാണ്. നാവിഗേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ എവിടെയാണ് പോകേണ്ടത് അവിടെ ഈ ലൊക്കേഷൻ നോക്കി പോവേണ്ടതാണ്. അവിടെ പോകേണ്ട ദൂരം കാണിക്കുന്നതാണ്. 38 മിനിറ്റ് ഉണ്ട്, 17 കിലോമീറ്റർ. ലൊക്കേഷനിൽ എത്തുന്നതിന് ഒരു 50 മീറ്റർ മുമ്പായി നമ്മുടെ ലൊക്കേഷൻ മായുന്നതാണ്. അത് കഴിഞ്ഞ് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അവിടെ ഒരു റെഡ് പോയിന്റ് കാണാം. ആ പോയിന്റിന്റെ അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ ഡ്രോപ്പ് പോയിന്റ്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ട്രിപ്പ് വന്നാൽ അത് കൺഫേം ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഡ്രോപ്പ് പോയിന്റിൽ എത്തിയതിനു ശേഷം ഈ കാണുന്ന ഡ്രോപ്പിംഗ് ഓഫ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം കളക്ട് പേയ്മെന്റ് എന്ന ഭാഗം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ പറ്റും. 240 രൂപയാണ് ഇതുവരെ ഓടിയ ചാർജ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ അവരോട് ക്യാഷായി വാങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ റെഡ് കളറിൽ കാണുന്ന കംപ്ലീറ്റ് ഊബർ ഗോ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രിപ്പ് ഇതോടെ തീരുന്നതാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.